വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സജുളക്സിലേക്ക് പുതിയൊരു വീഡിയോക്ക് സ്വാഗതം. അപ്പം എൻ്റെ കീർത്തിക്കുട്ടിൻ്റെ ഡാൻസ് കണ്ടല്ലോ. അപ്പോൾ നമ്മളിന്നൊരു വ്ളോഗാണ്, നമ്മളെന്താ പട്ടം പറത്തുന്ന ഒരു വ്ളോഗാണ്. അപ്പോൾ നിങ്ങൾക്ക് പട്ടുണ്ടാക്കാൻ അറിയുമെന്ന് നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് വെറുതെ ഒന്ന് ഉണ്ടാക്കി കാണിച്ചു തരാം. അപ്പോൾ നേരെ ഈ വീഡിയോക്ക് പോയാലോ. വീഡിയോ ഒക്കെ കിടക്കുന്ന മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് താഴെ ചോദിച്ച സബ്സ്ക്രൈബ് ബട്ടൺ അവിടുത്തെ അടുത്തോട്ട് ബെല്ലൈക്കൺ കൂടെ അമർത്താൻ ഞാൻ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി കിട്ടും. അപ്പോൾ നേരെ വീഡിയോക്ക് പോവാം. നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് ഗിഫ്റ്റ് പേപ്പറാണ്. അപ്പോൾ പേപ്പറും കവറാണെങ്കിലും കുഴപ്പമില്ല. അതിനുശേഷം നമുക്ക് പാക്കിംഗ് ടേപ്പ് വേണം, പിന്നെ പട്ടത്തിൻ്റെ നൂലും വേണം നമുക്ക്, പിന്നെ ടൈൽ നൂലും, പിന്നെ 4 ഈർക്കോലും, പിന്നെ നമുക്ക് വേണ്ടത് കത്തിരിക്കും. ഇപ്പോൾ എന്താ പറയുക, എനിക്ക് ഉണ്ടാക്കാൻ അറിയാം. ഞാൻ വെറുതെ ഒന്നും ഉണ്ടാക്കാൻ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്തു കേട്ടോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അപ്പം നേരെ പോവാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ എന്താ പറയുക, എനിക്ക് പറഞ്ഞു തരാനാണ്. ഇപ്പോൾ ഈ 2 മരുന്ന് കണ്ടു നമ്മുടെ വീട്ടിൽ, അത് ഇങ്ങനെ വെക്കണം. ഇങ്ങനെ വെച്ച് നമ്മുടെ ഈർക്കോല് വെക്കണം. അതേപോലെ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് എന്നിട്ട് നമുക്ക് ടൈം നൂല് കൊണ്ടൊന്ന് ചുറ്റെടുക്കണം. ചിലപ്പോൾ നമ്മൾ ചുറ്റെടുത്തിട്ട് കണ്ടോ, നമുക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നമ്മൾ ചുറ്റെടുത്തിട്ട് ഗിഫ്റ്റ് പേപ്പർ നമ്മളെ പട്ടത്തിൻ്റെ ഷേപ്പ് വെക്കണം. അതെങ്ങനെയും വെക്കണം എന്ന് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ആദ്യം ഒരു ഗിഫ്റ്റ് പേപ്പർ എടുത്ത് നമ്മുടെ ഈ അറ്റം കണ്ടാം, ഈ അറ്റം നമുക്ക് ഇവിടേക്ക് വെട്ടിക്കണം. ഈ സിൽവർ ഭാഗം കണ്ടോ, അവിടെ നമുക്ക് വെട്ടിയിടാം. അവിടെ നമുക്ക് വെട്ടിയിടാം. അപ്പം അതൊക്കെ വെട്ടിയിടാം. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ കണ്ടോ വെട്ടിയെടുത്തിട്ടുണ്ട്. സ്ക്വയർ ഷേപ്പിലാണ് നമ്മൾ വെട്ടിയെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതെടുത്ത് ഇങ്ങനെ വെക്കണം. ഈ 2 അറ്റത്ത് ഇങ്ങനെ വെച്ച് നമുക്ക് പാക്കിംഗ് ടേപ്പ് കൊണ്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇത് ഒട്ടിച്ചെടുത്തിട്ട് അപ്പോൾ നമ്മുടെ ഈർക്കോല് ബാലൻസ് വരുന്നത് നമുക്കൊന്ന് വെട്ടി കളയണം. അപ്പോൾ ടേപ്പൊക്കെ ഇങ്ങനെ നമ്മുടെ ഇവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഈർക്കോലെടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഷേപ്പിൽ വെച്ച് ഒട്ടിക്കണം. കണ്ടോ, നമുക്ക് ഇവിടെ ഒരു അറ്റത്ത് ഇങ്ങനെ വെക്കുക, ഇങ്ങനെ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഷേപ്പിൽ വെച്ച് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ട് ഇന്നൊക്കെ വിങ്സ് വേണം. അപ്പോൾ നമ്മുടെ പേപ്പർ ബാലൻസ് ഉണ്ടായ പേപ്പർ നമുക്കിങ്ങനെ 2 മണിക്കൂറൊന്ന് വെട്ടിയെടുക്കണം. അപ്പോൾ നമ്മൾ വെട്ടിയെടുത്തിട്ട് നമുക്കിത് ഇവിടെ കേട്ടോ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇവിടെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അതുകൊണ്ട് പാക്കിംഗ് ടേപ്പ് തന്നെയാണ് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ 2 സൈഡ് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ട് കണ്ടോ, ഇതൊക്കെ ഇവിടെ ഒരു വലിയ വാലുണ്ടാക്കാം. അപ്പോൾ നമ്മുടെ കുറച്ചുണ്ടായിരുന്നുള്ളൂ, അപ്പോൾ ചെറിയ പീസ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങനെ വെച്ച് നമുക്ക് ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് പോവാം. അപ്പോൾ നമ്മുടെ ടൈല് സൂപ്പറായി വലുതാക്കിട്ടോ. നമുക്കൊന്ന് ഒട്ടിക്കാം. അപ്പോൾ നമ്മൾ ടൈലൊക്കെ വെച്ചിട്ട് വലിയ ടൈലാട്ടോ. ഇനി നമുക്ക് ഈ പട്ടത്തിന് നൂല് കോർക്കണം. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നേരെ പോയാലോ.
അപ്പോൾ നമ്മൾ ഈർക്കോലിട്ടിട്ടില്ലേ അപ്പോൾ ഇതാ. അപ്പോൾ നമ്മൾ ഈ റാൻ്റെ മുകളിലായിട്ട് ഈ എഡ്ജിൽ നമുക്ക് 2 ഹോൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഹോളിൽ കൂടെ നൂല് കൊടുക്കാം. അപ്പോൾ ആദ്യത്തെ നൂല് ഇപ്പുറത്ത് കൂടെ എടുക്കാം. എന്നിട്ട് നമുക്ക് രണ്ടാമത്തെ ഈ എഡ്ജ് എടുത്ത് നമുക്ക് ഇവിടുത്തെ ഹോളിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ അപ്പുറത്ത് കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സെൻറ്റർ കണ്ടു, ഈ സെൻറ്ററിൽ നിന്ന് കുറച്ച് താഴെയായിട്ട് നമുക്ക് അപ്പുറത്ത് കൂടെ ഹോൾ ഇടണം. അപ്പോൾ നമ്മുടെ സൂചി കൊണ്ട് തന്നെ ഹോൾ ഇടണം. അപ്പോൾ നമ്മളിവിടെ ഹോൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വലിച്ചു പിടിച്ച് ഇവിടെ ഇട്ട് ഇതേപോലെ നമുക്ക് ഈ നൂലും ഇവിടെ ഇതിൽ കൂടെ എടുക്കാം. നമ്മൾ ഇതാ 2 നൂല് ഇപ്പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കൂട്ടി കെട്ടണം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇത് അവിടെയൊക്കെ കെട്ടി ടേപ്പ് കൊട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നടുക്കിലായിട്ട് നമ്മുടെ നൂല് കെട്ടാം. അപ്പോൾ നല്ല ടൈറ്റിൽ കെട്ടണം കേട്ടോ, അല്ലെങ്കിൽ ലൂസായിട്ട്. കൊച്ചു വീഡിയോ നമ്മുടെ പട്ടം ഹൈറ്റിലൊന്നും പറഞ്ഞില്ലേ, ഇത് ഏകദേശം ഒരു മീഡിയം ലെവലിൽ പറഞ്ഞു. നമ്മുടെ പട്ടത്തിൻ്റെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ അമർത്തുക, ഞാൻ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ വീണ്ടും വരും. അപ്പോൾ കാണാം. ബൈ ബൈ.